സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചാമ്പയാണ്, ബഡ്ഡിങ് ചാമ്പയാണ് കാണിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 6-7 മാസമായിട്ടുള്ളൂ ഈ ചാമ്പ വെച്ചിട്ട്. ഏകദേശം നമുക്കിപ്പോൾ ധാരാളമായിട്ട് ചാമ്പയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം ഏകദേശം നമ്മൾ നല്ലപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒരു വേനലുണ്ടെങ്കിൽ മാത്രം അത്യാവശ്യം വെള്ളം മാത്രം കൊടുത്താൽ മതി. ഒരു നേരം വരെ വെള്ളം കൊടുത്താൽ മതി. വെള്ളം കൊടുക്കുന്നതിന് വിഷയമൊന്നുമില്ലാത്തതാണ് ഈ ചാമ്പ. നല്ല മധുരമൊക്കെ ലഭിക്കാനായിട്ട് നല്ല വേനയ്ക്ക് നല്ലപോലെ വെള്ളമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഇടഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തെല്ലാം വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് ആക്കി റെഡിയാക്കാം. ഇതാണ് ചാമ്പങ്ങ. ഇതിൻ്റെ ഈ സൈഡും റൗണ്ടും എല്ലാം അപ്പടി ഇരുട്ടായിട്ടിരിക്കുകയാണ്. ഇത് വളരുകയല്ല, ഇത് ബഡ്ഡിങ് ചാമ്പയാണ്. നമ്മുടെ ഏകദേശം ഒരാൾ പൊക്കത്തിൽ നിൽക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ചാമ്പങ്ങ. നമ്മളിനി പ്രൂൺ ചെയ്ത് ഏകദേശമൊക്കെ കൊടുക്കാൻ പോകണേ. ചെറിയ ചെറിയ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് നല്ല രീതി ആക്കി കൊടുക്കുകയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതെല്ലാം നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേൽഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റൗണ്ടാക്കി, ഇത് ഒരു പ്രാവശ്യം ഈ ചാമ്പങ്ങ നിറച്ചുണ്ടായതിന് ശേഷം അതിനൊന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ടാക്കി ഇടയ്ക്കെല്ലാം വെട്ടം കിട്ടുന്ന രീതി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒതുക്കി റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇലവട്ടത്തിൽ ഏകദേശം നമ്മളിപ്പം വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നല്ല ഷോയും ഭംഗിയാണ് വീടിൻ്റെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ. നമ്മളിപ്പോൾ ഇത് ഏകദേശം വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഏകദേശം ഒരു പറമ്പിലേക്ക് മാറ്റിയാണ് നട്ടിരിക്കുന്നത്. കാരണം ഇത് ഒരുപാടുണ്ടായതിന് ശേഷം ഇത് ചുവട്ടിലേക്കെല്ലാം പൊഴിഞ്ഞ് വീണ് അപ്പടി ഈ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വീട്ടുമുറ്റത്ത് നിന്ന് കുറച്ച് മാറ്റിയാണ് നട്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ ആടിയെല്ലാം ക്ലീൻ ചെയ്ത് ഈ ചെറിയ ചെറിയ ശിഖരങ്ങളുണ്ട്, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് 2 ശിഖരങ്ങൾ കൂടി ഇങ്ങനെ ശിഖരങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒതുക്കി കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല രീതിയിലേക്ക് ഇതിൽ നിന്ന് ചാമ്പങ്ങ കിട്ടുകയുള്ളൂ. സൈഡ് മേലെല്ലാം ഒതുക്കി നല്ല വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ സൈഡിലൊക്കെ നമുക്ക് ഇലറിഞ്ഞ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാമ്പത്തൈ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനൊക്കെ വളരെയധികം സാധിക്കും. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ ചാമ്പ നമുക്ക് അതായത് പിടിക്കുന്നതാണ്. ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസം വെക്കുവാണ് ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ മഴയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡും എല്ലാ സൈഡും നല്ലപോലെ റൗണ്ടിലാക്കി ഒരു വൃത്താകൃതിയിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ അതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഇലവട്ടത്തിൽ ഇതിനെ നല്ലപോലെ വേപ്പിൻ പിണ്ണാക്കും ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ലത് ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊന്നച്ചവറ് നല്ലപോലെ വെട്ടി നിരത്തി ഇട്ട് കൊടുത്താലും നല്ലപോലെ നമുക്ക് ചാമ്പങ്ങ ലഭിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ചാമ്പങ്ങ. അപ്പോൾ ഏകദേശമൊക്കെ സീസൺ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവസാന സീസണായപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൊന്നച്ചവറ് ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊന്നച്ചവറ് ഒടിച്ച് ഇതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. അത് അഴുകിയ നല്ലപോലെ വളം ആണ്. ഏത് മരത്തിനും ഏത് ഫ്രൂട്ട്സിനും നല്ലപോലെ വളമുള്ള ഒരു ഇതാണ് കൊന്നച്ചവറ്. അത് നമ്മൾ ചാണകത്തിലൊന്ന് മിക്സ് ചെയ്യുകയോ ഒന്നും വേണ്ട, ചുമ്മാ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടാൽ മതി. അത് ഒരു 10 ദിവസം കൊണ്ട് അഴുകി മണ്ണുമായിട്ട് ലയിച്ചോളും. നമ്മൾ റൗണ്ടിലേക്ക് ഫുള്ളിൽ നമ്മളിത് കൊന്നച്ചവറ് റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഏകദേശം റൗണ്ടിൽ
നമ്മളെ ബ്രൂൺ ചെയ്ത് നല്ല ഇപ്പോൾ ആദ്യം കണ്ട ഷേപ്പാണോ നോക്കിയത്. ഇത് ഏകദേശമൊക്കെ നല്ല രീതിയിലേക്ക് ഷേപ്പാക്കി റെഡിയാക്കിയിരിക്കുകയാണ്. നല്ല അതായത് നമുക്ക് മെയിൻ തണ്ടിലെല്ലാം വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ബ്രൂൺ ചെയ്യിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ചാമ്പിങ് ഉണ്ടാകുന്ന പൂ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത ഇത് കണ്ടിന്യൂറ്റി ചാമ്പിങ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് വളരെയധികം ഭംഗിയാണ്, വീട് മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഷോയൊക്കെയാണ്. നടിയൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, ചാമ്പ ആയതുകൊണ്ട് മാത്രം. പിന്നെ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല നമ്മൾ ഫലം ലഭിക്കുകയുള്ളൂ. വേനയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ വിലയൊക്കെ വന്നിട്ട് പോലെ വാടിപ്പോകാനൊക്കെ ചാൻസാണ്. കാരണം അത്രയ്ക്ക് ചെറിയൊരു ഫ്രൂട്ട്സാണ് ഈ ചാമ്പങ്ങ. ഏകദേശം നമ്മൾ വീട്ടുമുറ്റിൽ നിന്ന് കുറച്ച് കയറ്റിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ ചാമ്പങ്ങയൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ട്